ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണ്. പാരൻസിനോടും മക്കളോടും, അത് ആമക്കളോടാണോ പെൺമക്കളോടാണോ എന്നില്ല, എല്ലാവരോടും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായി ന്യൂസുകളിൽ സ്ഥിരമായി കുറച്ച് ആത്മഹത്യകളെ കുറിച്ച് കണ്ടുവരുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണത് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയാനോ മറ്റുള്ളതിനോ ഞാനൊരു സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോ അല്ല. ഞാൻ സാധാരണ ഒരു കുടുംബിനിയാണ്, ഒരു ഹൗസ് വൈഫാണ്. അപ്പോൾ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് അനുഭവങ്ങളുള്ള അല്ലെങ്കിൽ ഞാൻ കേട്ടറിഞ്ഞ ചില കാര്യങ്ങൾ വെച്ച് നമ്മൾക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ പാരൻസിനോടാണ്, പെൺകുട്ടികളുടെ പാരൻസിനോട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പെൺകുട്ടീനെ വളർത്തുമ്പോൾ അവൾ രാജകുമാരികളെ പോലെ വളർത്തുന്നു അല്ലേ? ഒരു രാജകുമാരിയെ പോലെ അവൾ വളർത്തുന്നു. അവളൊരു 10 രൂപയുടെ സാധനം ചോദിച്ചാൽ നിങ്ങൾ 100 രൂപയുടെ സാധനം കൊണ്ടുവന്ന് കൊടുക്കുന്നു അല്ലേ? അങ്ങനെ നോക്കി നോക്കി അവളെ വളർത്തുമ്പോഴും നമ്മൾ ഓരോ പടി ഉയർന്ന് അവൾ എത്തുമ്പോഴും നമ്മൾ ആലോചിക്കുന്നില്ല അവരുടെ വിവാഹ സമയം. ആ സമയത്തേക്ക് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂട്ടി വെച്ച്, സ്വർണമായാലും പണമായാലും അവൾ വിവാഹം കഴിച്ചു കൊടുക്കുന്നവളുടെ അവൾ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് കരുതിയാണ് നമ്മളത് ഓരോ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവളവിടെ പോയി സന്തോഷവതിയല്ല എന്നറിയുമ്പോൾ നിങ്ങളുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? എന്താണ് വേണ്ടത് അവിടെ? അവൾക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവളുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. എന്നും ആദ്യത്തെ പ്രാവശ്യം ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ മോളെ ഒന്ന് നോക്കൂ എന്ന് പറയാം. പക്ഷേ വീണ്ടും വിളിച്ചൊരു ബുദ്ധിമുട്ട് പറയുമ്പോൾ അതിന് തക്കതായ ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ വീണ്ടും അവളോട് നീ അഡ്ജസ്റ്റ് ചെയ്യൂ, ഒരാണായാൽ അങ്ങനെയാണ്, ഒരു ഭർത്താവായാൽ അങ്ങനെയാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് വേറെ അഭിപ്രായമായിരിക്കും. കണ്ടതിൽ വെച്ച് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ പെൺമക്കളോടാണ്. ഗേൾസ്, നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമായി കണക്കാക്കേണ്ട ഒരു കാര്യമാണ് വിദ്യ മാത്രമല്ല അഭ്യാസം. അത് മാറ്റി തന്നെ പറയാം. വിദ്യ ഒരു ഭാഗത്ത് വേണം, അഭ്യാസവും വേണം. അതായത് മാർഷൽ ആർട്സ് എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ കാലത്ത്. വിദ്യാഭ്യാസം എന്നത് വളരെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാം അങ്ങോട്ട് മാറ്റി വെക്കുക. ഇപ്പം നമുക്ക് പഠിക്കേണ്ട സമയമാണ്, നമ്മളത് പഠിക്കുക, മുന്നോട്ട് പോവുക. ഇന്ന് നിങ്ങൾക്കതറിയില്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് അത്യാവശ്യമാണ്. ആ ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് നിങ്ങളെ അടച്ചിടുകയാണ്, ഒരുപാട് ഉപദ്രവിക്കുകയാണ് എന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്കൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട ഇതെന്ന് എങ്ങനെ വേണമെങ്കിലും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അതേസമയം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് വേറൊരു മാർഗമില്ല. നമുക്ക് അവരുടെ കൂടെ നിൽക്കാനേ പറ്റൂ. വീട്ടുകാർ കൂടെ നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു വിദ്യാഭ്യാസം, അതനുസരിച്ച് ഒരു ജോലി, ഒരു ഏർണിങ്സ് ഉണ്ടെങ്കിൽ, നമ്മളെ വിവാഹം കഴിച്ചു കൊടുത്ത വീട്ടിൽ നമുക്ക് ഉപദ്രവങ്ങളാണ്, നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഉറപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരാം. ആർക്കും നമ്മളൊരു ബാധ്യത ആകുന്നില്ല അവിടെ നിന്ന്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാനിപ്പോൾ ഇറങ്ങിപ്പോയാൽ എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ബാധ്യത ആകും, അവർ എന്നെ നോക്കാൻ പറ്റുമോ എന്നൊക്കെ. അതേ ഇവിടെ നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരാളെയും പേടിക്കേണ്ട, ഒരാൾക്കും നമ്മൾ ബാധ്യത ആവണില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു വിവാഹം എന്നത് വരുമ്പോൾ പഠിച്ച് ജോലി കിട്ടിയതിന് ശേഷം മാത്രം മതി. ഒരു തിരക്കുമില്ല, ഒരു ധൃതിയില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ആലോചനകളൊക്കെ വരുമ്പോൾ കല്യാണം കഴിച്ചു അതിന് ശേഷം അവർ പഠിപ്പിക്കുമല്ലോ, പഠിപ്പിച്ച് അവർ ജോലി ആയിക്കോളും. ഒരിക്കലും സമ്മതിക്കരുത്. പഠിച്ചൊരു ജോലി ആയതിനു ശേഷം മാത്രം ഇറങ്ങുക. ഇനിയുള്ള കാലത്തിൽ അതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. ഇപ്പോൾ നല്ല ആളുകളുമുണ്ട്, നന്നായി ഭാര്യമാരെ നോക്കുന്നവരുണ്ട്. അങ്ങനെ ആയാലും നമ്മുടെ കയ്യിൽ ജോലി ഉണ്ടെങ്കിലും രണ്ടുപേർക്കും ഒപ്പം ഒരുമിച്ച് നല്ലൊരു ജീവിതം കൊണ്ടുപോകാം. അപ്പോൾ പെൺകുട്ടികളോട് ഇത്രയും എനിക്ക് പറയാനുള്ളൂ. വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക, ഒരു ജോലി നിങ്ങൾ ആക്കുക. നിങ്ങളെ നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും എന്നൊരു ഉറപ്പ് വരുത്തുക. നമ്മൾ ഒരാളുടെ കീഴിലും നിൽക്കേണ്ട ആളല്ല.
നമ്മൾക്ക് സ്വയമായ വ്യക്തിത്വങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർ തന്നെയാണ്. ഒരാളുടെ കീഴിൽ അവർക്ക് വേണ്ടി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാനോ അല്ല. നമുക്ക് നമ്മുടേതായ ലൈഫുണ്ട്, നമ്മുടേതായ സന്തോഷങ്ങളും നമ്മുടേതായ ആഗ്രഹങ്ങളും ഉണ്ട്. അത് നമ്മൾ നടത്തുക. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണ്ട എന്നല്ല, നമ്മളുടെ ഇഷ്ടത്തോടെ ചെയ്യണം. അവിടെയാണ് ഒരു സന്തോഷമുള്ളൂ. അല്ലാതെ നിർബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്കൊരിക്കലും സന്തോഷം കിട്ടുന്നില്ല. ഇനി എനിക്ക് പറയാനുള്ളത് ആൺപിള്ളേരോടാണ്. ഡിയർ ബോയ്സ്, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഒരു പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ്, ഒരുപാട് പ്രതീക്ഷകളോടെയാണ്. അത് നിങ്ങൾ ഒരിക്കലും തല്ലിക്കെടുത്തരുത്. അവർക്കൊരു ലൈഫുണ്ട്, അവരൊരു പേഴ്സൺ തന്നെയാണ്. അവരുടേതായ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഉള്ളവർ തന്നെയാണ്. അതിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ മറ്റുള്ള എൻ്റെ വീട്ടുകാരെ നോക്കാനാണ് നിന്നെ കൊണ്ടുവന്നത്, എന്നെ നോക്കാനാണ് നിന്നെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്നെ നന്നാക്കേണ്ടത് നിൻ്റെ കടമയാണ്. അല്ല, ഒരിക്കലും അല്ല. കല്യാണം എന്നത് രണ്ടുപേരും നന്നായി ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയോ അല്ല. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ലാതെ നന്നായി നോക്കുന്ന ഒരുപാട് ആൺപിള്ളേരുണ്ട്, അതും എനിക്കറിയാം. അല്ലാത്തവരുമുണ്ട്. അല്ലാത്തവരോടാണ് പറയുന്നത്. നന്നായി നോക്കുന്നവർ എൻ്റെ ഭാര്യയാണ്, എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എന്നെ വിശ്വസിച്ചിറങ്ങി വന്നതാണ്, ഞാനാണ് അവളുടെ ഉത്തരവാദിത്വം, എൻ്റെ ഉത്തരവാദിത്വമാണ് അവൾ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അല്ലാത്തവരും ഉണ്ട്. അല്ലാത്തവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാ ആൺപിള്ളേരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. മാറ്റങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാനിന്ന് പറയുന്നുള്ളൂ. ഇനിയൊരു വിസ്മയ, വിഭജിക, അതുല്യ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ മാറുന്നോ, ഈ വീഡിയോ ആരിലേക്കൊക്കെ എത്തുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരാളിലേക്കെങ്കിലും എത്തി, ഒരാളെങ്കിലും പറയുന്നത് ശരിയാണല്ലോ എന്ന് കരുതിയാൽ അത് ആ കരുതുന്ന ആളുടെ വിജയമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.